ഒരു യഥാർത്ഥ ജനനേതാവിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്താണ് എന്നറിയാമോ? അല്ലെങ്കിൽ യഥാർത്ഥ ജനനേതാവിന് ഏറ്റവും അത്യാവശ്യമായ ഗുണം അത് മറ്റൊന്നുമല്ല, മനുഷ്യത്വമാണ്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് വിനയവും. ഒരു നല്ല മനുഷ്യൻ ജീവിതത്തിൽ ഉയരും തോറും അവൻ്റെ വിനയവും മനുഷ്യത്വവും വർദ്ധിച്ചുകൊണ്ടിരിക്കും. അങ്ങനെയുള്ള രണ്ട് വ്യക്തികളാണ് സഹോദരങ്ങളായ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും. അവരുടെ മനുഷ്യത്വവും വിനയവും വ്യക്തമാക്കുന്ന 4 കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത്. പ്രിയങ്ക ഗാന്ധിയുടെ 2 വീഡിയോകളും രാഹുൽ ഗാന്ധിയുടെ 2 വീഡിയോകളും. ഇത് എന്തൊക്കെയാണെന്ന് നമുക്ക് വ്യക്തമായി കാണുകയും അവലോകനം ചെയ്യുകയും ചെയ്യാം. ഈ ഏപ്രിൽ മാസം അവസാനത്തോടുകൂടി 1 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആക്കുന്നതിന് വേണ്ടി കഴിയുന്ന അത്രയും പേർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് പിന്തുണയ്ക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ആദ്യം നമുക്ക് പ്രിയങ്ക ഗാന്ധി ഒരു കൊച്ചുകുട്ടിയുമായി ഇടപഴകുന്ന ദൃശ്യങ്ങൾ കാണാം. ഇവിടെ ഒരു യുവാവ് തൻ്റെ കൊച്ചു പെൺകുട്ടിയെയും കൊണ്ട് പ്രിയങ്ക ഗാന്ധിയുടെ അടുത്ത് വേദിയിൽ എത്തുകയാണ്. ഇന്ദിരാഗാന്ധിയുടെ ശൈലിയിൽ സാരിയും അണിഞ്ഞ് അതേ ഹെയർ സ്റ്റൈലുമായാണ് ഈ കുട്ടിയെ അണിയിച്ചൊരുക്കിയിരിക്കുന്നത്. ഹൃദ്യമായ ഈ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. ഇന്ദിരാഗാന്ധിയുടെ വേഷത്തിലാണ് ഈ കൊച്ചുകുട്ടി പ്രിയങ്കാജിയെ കാണുന്നതിന് വന്നിട്ടുള്ളത്. ഇന്ദിരാജിയെ ഓർമ്മിക്കുന്ന സാരിയും അതുപോലെ ഹെയർ സ്റ്റൈലുമാണ് ഈ കുട്ടിക്ക്. ആ പെൺകുട്ടിക്ക് ഉമ്മ കൊടുക്കുകയും കയ്യിൽ ഒരു പൂ കൊടുക്കുകയും ചെയ്യുകയാണ് പ്രിയങ്ക ഗാന്ധി. എന്നിട്ട് ഒരു അമ്മയുടെ വാത്സല്യത്തോടെ ആ കുട്ടിയെ എടുത്തുകൊണ്ട് വേദിയുടെ മുന്നിലേക്ക് വരികയാണ്. എത്ര വാത്സല്യത്തോടെയാണ്, എത്ര സ്നേഹത്തോടെയാണ് ആ കുട്ടിയെ പ്രിയങ്ക ഗാന്ധി കളിപ്പിക്കുന്നത്, പുന്നാരിപ്പിക്കുന്നത് എന്ന് കണ്ടല്ലോ. ആ കുട്ടിക്ക് വളരെ സന്തോഷമായി. ആ കൊച്ചു പെൺകുട്ടിയും ആളുകൾക്ക് നേരെ കൈവീശി അഭിവാദ്യം ചെയ്യുകയാണ്. എനിക്കറിയാം പല രാഷ്ട്രീയക്കാരും ഇത്തരത്തിൽ ചെയ്യുന്നവരുണ്ട് എന്ന്. എന്നാൽ പ്രിയങ്ക ഗാന്ധി ചെയ്യുന്നത് പോലെ ആത്മാർത്ഥമായി ചെയ്യുന്ന ആളുകൾ 100-ൽ 1 പോലുമില്ല എന്നുള്ളത് വാസ്തവമാണ്. മറ്റു പല രാഷ്ട്രീയക്കാരും വെറുതെ ഫോട്ടോ എടുക്കുന്നതിന് വേണ്ടി മാത്രമാണ് ജനങ്ങളുടെ മുന്നിൽ ഇത്തരത്തിൽ നാടകം കളിക്കുന്നത്. എന്നാൽ ഇവർ നാടകം കളിക്കുകയല്ല എന്ന് വിവേകമുള്ളവർക്കെല്ലാം വ്യക്തമായി മനസ്സിലാവും. രണ്ടാമത്തെ ദൃശ്യങ്ങളും പ്രിയങ്ക ഗാന്ധിയുടേതാണ്. വണ്ടൂരിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി AP അനിൽകുമാറിന് വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് പ്രിയങ്ക ഗാന്ധി കുളിർമ ബേക്കറിയിൽ എത്തുകയാണ്. അവിടെ കൂടിയ ആളുകളോട് അവർ മലയാളത്തിൽ വോട്ട് അഭ്യർത്ഥിക്കുകയാണ്. അതിന്റെ ദൃശ്യങ്ങൾ കണ്ടുകൊള്ളൂ. അവിടെയുള്ള ഒരു UDF പ്രവർത്തകൻ മലയാളത്തിൽ എങ്ങനെയാണ് വോട്ട് അഭ്യർത്ഥിക്കുന്നത് എന്ന് പ്രിയങ്കയ്ക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. അനിലിന് വോട്ട് ചെയ്യണം എന്ന് അവരോട് മലയാളത്തിൽ പറയാൻ ആവശ്യപ്പെടുകയാണ്. വലിയ മോശമല്ലാത്ത രീതിയിലാണ്, കുറ്റം പറയാനാവാത്ത രീതിയിലാണ് അനിലിന് വോട്ട് ചെയ്യണം എന്ന് അവർ മലയാളത്തിൽ പറയുന്നത്. ഇത് പറഞ്ഞുകൊണ്ട് UDFന്റെ ഗ്യാരണ്ടികൾ അവിടെ കൂടിയ ആളുകൾക്ക് നൽകുകയാണ് പ്രിയങ്ക ഗാന്ധി. മൂന്നാമത്തേത് രാഹുൽ ഗാന്ധിയുടെ ഒരു കൊച്ചുകുട്ടിയുമായുള്ള ഇൻട്രാക്ഷൻ ആണ്. ഇവിടെ ഒരു കൊച്ചു പെൺകുട്ടിയെ രാഹുൽ ഗാന്ധിയുടെ കൈകളിലേക്ക് കൊടുക്കുകയാണ്. അതിന്റെ ദൃശ്യങ്ങൾ കണ്ടുകൊള്ളൂ. അദ്ദേഹവും വളരെ ആത്മാർത്ഥമായാണ് ഇത് ചെയ്യുന്നത്. അല്ലാതെ സാധാരണ രാഷ്ട്രീയക്കാർ കാണിക്കുന്നത് പോലെ വോട്ട് നേടുന്നതിനുള്ള നാടകം കളിക്കുകയല്ല ചെയ്യുന്നത്.
ഒരു അച്ഛൻ തൻ്റെ കുട്ടിയെ കളിപ്പിക്കുന്നത് പോലെ അതീവ വാത്സല്യത്തോടെയാണ് രാഹുൽ ഗാന്ധി ആ കുട്ടിയുമായി ഇടപഴകുന്നത്. ഇതാണ് പറയുന്നത് കുടുംബത്തിൽ പിറക്കണം എന്ന്. മഹത്വമുള്ള ആളുകൾ ഉയരം കൂടുന്തോറും ലാളിത്യവും വിനയവും മനുഷ്യത്വവും വർദ്ധിച്ചു വരും എന്നുള്ളതിൻ്റെ വ്യക്തമായ തെളിവ്. രാഹുൽ ഗാന്ധി വ്യക്തമായ പോളിസിയുള്ള ആളാണ്. മുൻപ് കോൺഗ്രസ് പ്രവർത്തകരുടെ ഒരു യോഗത്തിൽ അദ്ദേഹം സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആളുകൾ ദേശ് കാ രാജ കൈസാഹോ രാഹുൽ ഗാന്ധി ജൈസാഹോ എന്ന് മുദ്രാവാക്യം മുഴക്കിയപ്പോൾ അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് കേട്ടുകൊള്ളൂ. नहीं 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 बॉस, नहीं, मैं राजा नहीं हूं, राजा बनना भी नहीं चाहता हूं. मैं राजा के अगेंस्ट हूं, कॉन्सेप्ट के अगेंस्ट हूं. അദ്ദേഹം പറയുകയാണ്, ഇല്ല ഇല്ല, ഞാൻ രാജാവല്ല, ഞാൻ രാജാവാകാൻ ആഗ്രഹിക്കുന്നില്ല, ഞാൻ രാജാവെന്ന കൺസെപ്റ്റിന് തന്നെ എതിരാണ്. അത് അദ്ദേഹത്തിന്റെ വെറും വാക്കുകളല്ല എന്ന് തെളിയിക്കുന്നതാണ് നാലാമത് നമ്മൾ കാണാൻ പോകുന്ന വീഡിയോ. मैं राजा नहीं हूं, राजा बनना भी नहीं चाहता हूं. मैं राजा के अगेंस्ट हूं, कॉन्सेप्ट के अगेंस्ट हूं. ഇവിടെ ഒരു വലിയ പൂമാലയും അതോടൊപ്പം ഒരു കിരീടവുമായി അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് വേദിയിൽ നേതാക്കൾ എത്തി അദ്ദേഹത്തെ കിരീടം ധരിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം അവരെ വിലക്കി. ഞാൻ കിരീടം ധരിക്കുകയില്ല എന്ന് അദ്ദേഹം വ്യക്തമായി പറയുകയാണ്. അങ്ങനെയാണ് യഥാർത്ഥ ജനനേതാവ്. ജനപ്രതിനിധി എന്ന് പറയുമ്പോൾ ജനങ്ങളുടെ പ്രതിനിധികളാണ്. അവർക്ക് വേണ്ടി സേവനം ചെയ്യാൻ ജനങ്ങൾ തെരഞ്ഞെടുത്ത ആളുകളാണ്. അത് രാഹുൽ ഗാന്ധിക്ക് ഉത്തമ ബോധ്യമുണ്ട് എന്ന് തെളിയിക്കുന്നതാണ് ഈ ദൃശ്യം. നരേന്ദ്രമോദി ആണെങ്കിൽ എവിടെ വെച്ചും തന്നെ കിരീടം അണിയിച്ച് രാജാവിനെ പോലെ കാണണം എന്ന് ആഗ്രഹിക്കുന്ന ആളാണ്. ഏത് വേഷം കെട്ടാനും മടിക്കുകയില്ല. കിരീടം വെക്കുന്നതിന് പ്രത്യേക താല്പര്യമുണ്ട് നരേന്ദ്രമോദിക്ക്. നല്ല മാതാപിതാക്കൾക്ക് ജനിച്ച ഉത്തമരായ വ്യക്തികളാണ് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും എന്ന് ഈ 4 വ്യത്യസ്ത സംഭവങ്ങളിൽ നിന്ന് നമുക്കെല്ലാവർക്കും വ്യക്തമായി മനസ്സിലാവും. ഇത്തരത്തിലുള്ള ആളുകളാണ് രാജ്യം ഭരിക്കേണ്ടത്. ഇത്തരത്തിലുള്ള ആളുകൾക്ക് ജനങ്ങളെ മനസ്സിലാക്കാനാവൂ, ജനങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാനാവൂ, ജനങ്ങളുടെ വേദനകൾ മനസ്സിലാക്കാനാവൂ. താൻ ചായക്കടക്കാരനാണ് എന്ന് പറയുന്ന മോദി ധരിക്കുന്നത് 10 ലക്ഷം രൂപയുടെ കോട്ടും സൂട്ടുമാണ്. കഴിക്കുന്നത് ലക്ഷക്കണക്കിന് രൂപ വിലയുള്ള കൂണാണ്. സ്വന്തം പണം കൊണ്ടാണ് ഇത് ചെയ്യുന്നതെങ്കിൽ കുറ്റം പറയാനാവില്ല. പക്ഷേ ജനങ്ങളുടെ പണമാണ് നരേന്ദ്രമോദി ഇങ്ങനെ ദൂർത്തടിക്കുന്നത്. അതുപോലെ പട്ടി ചന്തയ്ക്ക് പോകുന്നത് പോലെ 100 കണക്കിന് വിദേശയാത്രകളാണ് മോദി നടത്തുന്നത്. മോദി ഇവരെ കണ്ടുപഠിക്കണം എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. കാരണം മോദിക്ക് ഇവരെ പോലെ ആവാൻ 100 ജന്മം തപസ്സിരുന്നാലും കഴിയില്ല. രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും ഈ നല്ല മനസ്സിനെക്കുറിച്ച്, മനുഷ്യത്വത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്?